അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇറാന്റെ കയറ്റുമതി വിലക്ക് നീക്കി അമേരിക്ക. ഇറാനിയൻ എണ്ണയുടെ ഉൽപാദനത്തിനും വിതരണത്തിനും വിൽപ്പനയ്ക്കും US ട്രഷറി വകുപ്പ് അനുമതി നൽകി. ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമ സമാധാന കരാറിലെത്തുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഈ താൽക്കാലിക ലൈസൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 60 ദിവസത്തേക്ക്, അതായത് ഓഗസ്റ്റ് 21 വരെയാണ് ലൈസൻസ് നൽകിയത്. ഇറാന്റെ ക്രൂഡ് ഓയിൽ, പെട്രോകെമിക്കൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനവും വിതരണവും വിൽപ്പനയും ഓഗസ്റ്റ് 21 വരെ അനുവദിക്കും. സ്വിറ്റ്സർലാൻഡിൽ നിർണായക ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് US-ന്റെ ഈ നിർണായക നീക്കം. അതിനിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്ക് രാജ്യത്ത് പരിശോധന നടത്താൻ അനുമതി നൽകുമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായാണ് 60 ദിവസത്തെ താൽക്കാലിക ഇളവ് നൽകിയതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ആഴ്ച US-ഉം ഇറാനും ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കായി പ്രത്യേക ഇളവുകൾ നൽകാൻ അമേരിക്ക സമ്മതിച്ചിരുന്നു. ബാങ്കിംഗ് ഇടപാടുകൾ, ഇൻഷുറൻസ്, ഗതാഗതം എന്നിവയുൾപ്പെടെയുള്ള അനുബന്ധ സേവനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ന് പുറപ്പെടുവിച്ച പൊതു ലൈസൻസ് പ്രകാരം ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിലും മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാനും അനുവാദമുണ്ട്. വിൽപ്പനയോ വിതരണമോ പൂർത്തിയാക്കാൻ ആവശ്യമായ ഘട്ടങ്ങളിൽ ഇറാനിയൻ എണ്ണ US-ലേക്ക് കൊണ്ടുവരാമെന്ന് ലൈസൻസിൽ വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്ക കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ഉത്തര കൊറിയ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള യാതൊരുവിധ ഇടപാടുകൾക്കും ഈ താൽക്കാലിക ലൈസൻസ് വഴി അനുമതി നൽകിയിട്ടില്ലെന്നും US ട്രഷറി വകുപ്പ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുത്ത ഇറാൻ പ്രതിനിധി സംഘത്തിനെതിരെ രാജ്യത്തിനകത്ത് യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനമുയർന്നു. ചർച്ചാ സംഘത്തിന്റെ യാത്ര മുടങ്ങാനായി വിമാനത്താവളം അടഞ്ഞുകിടന്നിരുന്നെങ്കിൽ എന്ന് തങ്ങൾ ആഗ്രഹിച്ചു പോയെന്ന ഔദ്യോഗിക റേഡിയോ ആൻഡ് ടെലിവിഷൻ നെറ്റ്വർക്കായ IRIB അടക്കം കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. വിമർശനം ശക്തമായതോടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് രംഗത്തെത്തി. അമേരിക്കയുമായുള്ള ഈ ചർച്ച നടന്നിരുന്നില്ല എങ്കിൽ ലെബനനിൽ ഇതിനകം കൂടുതൽ മുസ്ലിം രക്തം വീഴുമായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഭരണപരമായ കാര്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇറാൻ തന്നെ കൈകാര്യം ചെയ്യുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ചർച്ചകൾ ഇറാന് നേട്ടമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചു. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്താൻ ഇറാനുമായുള്ള ചർച്ചകളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഖത്തർ പ്രധാനമന്ത്രി പറയുന്നു. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്ന ശക്തമായ സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് എല്ലാ രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഒന്നിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഹോർമൂസ് അടച്ചിട്ടാൽ ഇറാന് വേണ്ടി ചർച്ചയ്ക്ക് എത്തിയ നേതാക്കൾ മടങ്ങിപ്പോകില്ലെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. കരാറിൽ എത്തിയില്ലെങ്കിൽ ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അമേരിക്ക ഫീസ് ഏർപ്പെടുത്തുകയും 20% എണ്ണ നേടുകയും ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. പ്രകോപന പ്രസ്താവനകൾ ഗൗനിക്കുന്നില്ലെന്നായിരുന്നു ഇറാന്റെ മറുപടി. കഴിഞ്ഞ ആഴ്ച ഇരുപക്ഷവും ഒപ്പുവെച്ച മെമ്മോറാണ്ടത്തിലെ പരസ്പരം ആക്രമിക്കില്ലെന്ന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായാണ് ഈ ഭീഷണികൾ വന്നതെന്നും ചൂണ്ടിക്കാട്ടി. ഇറാന്റെ പിന്തുണയ്ക്കുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയെ തുടർന്ന് ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ടെഹ്റാനും വ്യക്തമാക്കിയിരുന്നു. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും പോരാട്ടം അവസാനിപ്പിക്കുക എന്നതാണ് ഇടക്കാല കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചർച്ചകളിൽ ആദ്യം ആ വിഷയം പരിഹരിക്കണമെന്ന് ഇറാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.